ഹായ് മക്കളെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച സർക്കിളിലായിരുന്നു. സർക്കിളിലെ ടാൻജൻറ്റ് എന്താണെന്നാണ് പഠിച്ചത്. അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്തത്. സാർ ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ തിയറം നമ്മൾ പഠിച്ചായിരുന്നു. മൂന്നാമത്തെ തിയറുമായിട്ടാണ് സാർ വരുന്നത്. മൂന്നാമത്തെ തിയറം പറയുന്നത് ദ ലെങ്ത് ഓഫ് എ ടാൻജൻസ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു ദ സർക്കിൾ ആർ ഈക്വൽ. എന്തായാലും മനസ്സിലായോ? സിമ്പിളാണ്. അതായത് സർക്കിളിൻ്റെ പുറത്തത്തെ ഒരു പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് നിങ്ങൾ ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന ടാൻജൻറ്റ് എന്ന് പറയുന്നത് രണ്ട് ടാൻജൻറ്റ് മാത്രമേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. സർക്കിളിൻ്റെ പുറത്ത് ഒരു എക്സ്റ്റേണൽ പോയിന്റ്, സർക്കിളിൻ്റെ പുറത്ത് ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കാവുന്ന മാക്സിമം ടാൻജൻറ്റ് എന്ന് പറയുന്ന രണ്ട് ടാൻജൻറ്റ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ടാൻജൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. അതാണ് തിയറി നമ്പർ 3 പറയുന്നത്. ഒന്നുകൂടി സാർ വായിക്കാം. ദ ലെങ്ത് ഓഫ് എ ടാൻജൻറ്റ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ആർ ഈക്വൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സർക്കിളിൻ്റെ പുറത്തത്തെ ഒരു പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് വരയ്ക്കാവുന്ന മാക്സിമം ടാൻജൻറ്റ് എന്ന് പറയുന്ന രണ്ടെണ്ണമാണ്. ആ രണ്ട് ടാൻജൻസിൻ്റെ ലെങ്ത് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പോകണം. സാർ ഒരു ഫിഗർ വരച്ചു. ഇതാണ് ഫിഗർ. സർക്കിളിലെ രണ്ട് ടാൻജൻറ്റാണ്. എ പി എന്ന് പറഞ്ഞ ടാൻജൻറ്റും അതുപോലെ ബി പി എന്ന് പറഞ്ഞ ടാൻജൻറ്റും രണ്ട് ടാൻജൻറ്റ് വരച്ചു. ഒ എന്ന് പറഞ്ഞ സെൻറ്ററാണ്. സോ സാർ ഈ ഫിഗർ വരച്ചു. ഫിഗറിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എ പി ഇസ് ഈക്വൽ ടു ബി പി എന്ന് പ്രൂവ് ചെയ്യണം. അതാണ് സാർ ആദ്യം എഴുതി വെച്ചിരുന്നത്. ടു പ്രൂവ് എ പി ഇസ് ഈക്വൽ ടു ബി പി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമ്മൾ തിയറി നമ്പർ 1 പഠിച്ചായിരുന്നു അല്ലേ? തിയറി നമ്പർ 1 എന്താ പറഞ്ഞാൽ സർക്കിളിൻ്റെ റേഡിയസും ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിക്കും, അല്ലെങ്കിൽ സർക്കിളിൻ്റെ റേഡിയസും ടാൻജൻറ്റും മീറ്റ് ചെയ്യുന്ന പോയിന്റ് പെർപെൻഡിക്കുലർ ആയിരിക്കുമെന്ന് നമ്മൾ തിയറി നമ്പർ 1 പഠിച്ചു. അതിൻ്റെ കോൺവേഴ്സും പഠിച്ചിരുന്നു അല്ലേ? സാർ ഇതിനടുത്ത് ചെയ്യാൻ പോകുന്നത് അതാണ് ആദ്യം സാർ എഴുതി വെച്ചിരിക്കുന്നത്. ഒ പി പെർപെൻഡിക്കുലർ ടു എ പി ആൻഡ് ഒ പി പെർപെൻഡിക്കുലർ ടു ബി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒ പി എന്ന് പറഞ്ഞ റേഡിയസ് ആണ്, എ പി എന്ന് ടാൻജൻറ്റ് ആണ്. അത് രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒ പി എന്ന് പറയുന്ന ലൈനും എ പി എന്ന് പറയുന്ന ലൈനും ടാൻജൻറ്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ അത് സാർ എഴുതി. സാർ ഇവിടെ നോക്കിയപ്പോൾ സാറിന് രണ്ട് ട്രയാങ്കിൾ കിട്ടി. ഒ എ പി എന്ന് പറയുന്ന ട്രയാങ്കിളും ഒ പി ബി എന്ന് പറഞ്ഞ ട്രയാങ്കിളും കിട്ടി. ഇതൊക്കെ ട്രയാങ്കിളാണ് സാറിന് കിട്ടിയത്. ഒ എ പിയും അതുപോലെ ഒ ബി പി എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിൾ കിട്ടി. സാർ എഴുതി ഇൻ ട്രയാങ്കിൾ ഒ എ പി ആൻഡ് ട്രയാങ്കിൾ ഒ ബി പി. ആ രണ്ട് ട്രയാങ്കിളിൽ സാറ് നോക്കിയപ്പം ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. വൈ? അത് പെർപെൻഡിക്കുലർ ആണ്. ഈച്ച് ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. അതായത് ഈ ആംഗിളും എന്താണ്? ഈക്വൽ ആണ് എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ മക്കളെ? നെക്സ്റ്റ് സാറ് ചെയ്തത് ഒ എയുടെ നീളം ഒ ബിയുടെ നീളം ഈക്വൽ ആണ്. കാര്യം എന്താ? സർക്കിളിൻ്റെ റേഡിയസ് ആണ്. സോ അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒ പി എന്ന് പറയുന്ന സൈഡ് രണ്ട് ട്രയാങ്കിളിലും കോമൺ സൈഡാണ്. അപ്പോൾ അത് വഴി അപ്പോൾ സാറിന് ചുരുക്കി പറഞ്ഞാൽ രണ്ട് സൈഡും ഒരു ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടി. മക്കളിത് ഓർമ്മയുണ്ട്? എവിടെയാണ് പഠിച്ചതെന്ന്? 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അല്ലേ? 9th നമ്മൾ പഠിച്ച പോർഷനാണ്. 9th നമ്മൾ പഠിച്ചു രണ്ട് ആംഗിളും 3 ആംഗിളുകൾ ഈക്വൽ ആണെങ്കിൽ ട്രിപ്പിൾ എന്നും പറഞ്ഞ് പഠിച്ചിരുന്നു. രണ്ട് ട്രയാങ്കിൾസുകൾ കോംപ്ലിമെൻ്റ് ആയിരിക്കും. അല്ല രണ്ട് സൈഡും ഒരു ആംഗിളും ഈക്വൽ ആണ്. SSA എന്ന് പഠിച്ചായിരുന്നു അല്ലേ? ഈക്വൽ ആണെങ്കിൽ അത് കോംപ്ലിമെൻ്റ് ആയിരിക്കും. അല്ലെ 3 സൈഡും ഈക്വൽ ആണെങ്കിൽ കോംപ്ലിമെൻ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു നമ്മൾ 9th പഠിച്ചത്. അത് തന്നെയാണ് സാർ ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് സൈഡും ഒരു ആംഗിളും ഈക്വൽ ആണ്. സോ നമുക്ക് എന്തു പറയാം? ട്രയാങ്കിൾ എ ഒ പി കോംപ്ലിമെൻ്റ് ടു ട്രയാങ്കിൾ ഒ പി ബി എന്ന് പറയാം ബൈ RHS. എ പി ഇസ് ഈക്വൽ ടു അങ്ങനെയാണ് എന്ത് പറയാം? ദെർഫോർ എ പി ഇസ് ഈക്വൽ ടു ബി പി എന്ന് പറയും. എ പി ഇസ് ഈക്വൽ ടു ബി പി ബൈ സി പി സി ടി വെച്ച് നമുക്ക് എന്ത് പറയാം? എ പി ഇസ് ഈക്വൽ ടു ബി പി. ഇതായിരുന്നു പ്രൂവ് ചെയ്യാൻ ചോദിച്ചത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കൂടെ എന്ത് കിട്ടി? എ ബി എന്ന് പറയുന്ന നീളവും എ പി എന്ന് പറയുന്ന നീളവും എന്താണെന്ന് കിട്ടി? ഈക്വൽ ആണെന്ന് കിട്ടി. അതായിരുന്നു നമ്മുടെ തിയറി നമ്പർ 2 ചോദിച്ചിരുന്നത്. ക്ലിയർ ആണോ മക്കളെ? സാർ ഒന്നുകൂടി പറയാം. ദ ലെങ്ത് ഓഫ് എ ടാൻജൻറ്റ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു ദ സർക്കിൾ ആർ ഈക്വൽ. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പ്രൂഫ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രോബ്ലംസ് ആണ് ഇനിയുള്ള. ഫസ്റ്റ് പ്രോബ്ലം പറഞ്ഞിരിക്കുന്നത് from a point Q the length of a tangent to the circle is 24 cm and the distance of the Q from the center is 25 cm. The radius of the circle is options ഉണ്ട്. ഫസ്റ്റ് വൺ 7 cm, സെക്കൻഡ് വൺ 12 cm, തേർഡ് വൺ 15 cm ആൻഡ് ഫോർത്ത് വൺ 24.5 cm എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സാറ് ആ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഫിഗർ വരയ്ക്കുകയാണ്. ഫിഗർ വരച്ചു. ഒ എന്ന് പറഞ്ഞൊരു സെൻറ്ററുണ്ട്, സർക്കിളുണ്ട്. ആ സർക്കിളിന് പുറത്തൊരു പോയിന്റ് ഉണ്ട്, ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ആ ക്യൂ എന്ന പോയിന്റ് ഒരു ടാൻജൻറ്റ് വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സാർ ഒരു ടാൻജൻറ്റ് വരച്ചു. പി എന്ന് പറഞ്ഞ ടാൻജൻറ്റ് വരച്ചു.
ആ സെൻറ്ററും അതുമായിട്ട് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു. സാർ പെർപെൻഡിക്കുലർ വരച്ചു. ദെൻ ഇത് ജോയിൻ ചെയ്തപ്പോൾ സാറിന് ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി. കാരണം ഇത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ആയിട്ട് സാറിന് എന്ത് കിട്ടി? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കിട്ടി. ഇവിടെ നമുക്ക് വേണ്ടത് റേഡിയസ് ആണ്, ഒ പിയുടെ നീളമാണ് വേണ്ടത്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർ ദ പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് എന്ത് പറയാം? ഹൈപ്പോട്ടൻസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നമുക്കിവിടെ വേണ്ടത് ഹൈറ്റ് ആണ്. സോ ഒ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഹൈറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടൻസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എഴുതുവാണ് ഒ പി ആണ് വേണ്ടത്. ഒ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒ ക്യു സ്ക്വയർ മൈനസ് ക്യു പി സ്ക്വയർ എന്ന് എഴുതി. ഒ ക്യൂയുടെ വാല്യൂ ഒരു തന്നിട്ടുണ്ട് 25. അതുപോലെ ഒ പിയുടെ വാല്യൂ ഒരു തന്നിട്ടുണ്ട് 24. സോ 25 സ്ക്വയർ മൈനസ് 24 സ്ക്വയർ എന്ന് എഴുതി. സോ 625 മൈനസ് 576 എന്ന് കിട്ടി. ഇസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ക്ലിയർ ആണോ മക്കളെ? സംശയമുണ്ടോ? അപ്പോൾ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ദ ടാൻജന്റ് പി എ ആൻഡ് പി ബി ഫ്രം എ പോയിന്റ് പി ടു എ സർക്കിൾ വിത്ത് സെൻറ്റർ ഒ ആൻഡ് ദ ഇൻസിഡന്റ് ഈച്ച് അതർ ആംഗിൾ ഈസ് 80 ഡിഗ്രി ദെൻ ആംഗിൾ പി ഒ എ ഈസ് ഈക്വൽ ടു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന ഒരു സർക്കിളിലെ പുറത്തൊരു ടാൻജന്റ് ഉണ്ട് അല്ലേ? ഒരു ടാൻജന്റ്, ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് 2 ടാൻജന്റ് വരച്ചു. എ എന്ന് പറയുന്ന ടാൻജന്റ് ബി, അതായത് പി എ എന്ന് പറയുന്ന ടാൻജന്റും പി ബി എന്ന് പറയുന്ന ടാൻജന്റും വരച്ചു. ബിറ്റ്വീൻ വരുന്ന ആംഗിൾ എത്ര ഡിഗ്രി എന്ന് പറഞ്ഞു? 80 ഡിഗ്രി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ആംഗിൾ പി ഒ എ എന്ന് പറയുന്ന ആംഗിൾ, അതായത് ഈ ആംഗിൾ എത്രയാണ് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഈ ആംഗിൾ എത്രയാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ? നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് സാർ ഈ തിയറം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ 2 ട്രയാങ്കിൾസുകളും കോൺഗ്രുവൻ്റാണ്. അങ്ങനെയാണ് ഇവിടെ വരുന്ന എല്ലാ സൈഡ്സുകളും എല്ലാ ആംഗിളുകളും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണ് ഇത് ടാൻജൻ്റ് ആണ് അല്ലേ? ഈ 2 പോയിന്റ് ഇവിടെ വരുന്ന 2 ആംഗിളുകൾ മൊത്തം 80 ഡിഗ്രിയാണ്, ഈക്വൽ ആയിരിക്കും. 40 വെച്ചായിരിക്കും. സാർ അതുകൊണ്ട് അവിടെ എന്തെന്ന് എഴുതി? 40 എന്ന് എഴുതി. സോ നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടി. ട്രയാങ്കിൾ പി ഒ എ എന്ന് പറയുന്ന ട്രയാങ്കിൾ കിട്ടി. നമുക്കറിയാം ട്രയാങ്കിളിലെ എല്ലാ സൈഡ്സും എല്ലാ ആംഗിളും നമ്മൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി ഇടണം. സാർ എല്ലാ ആംഗിളും എഴുതി. ആംഗിൾ പി ഒ എ പ്ലസ് ആംഗിൾ എ ഒ പി പ്ലസ് ആംഗിൾ പി ഒ എ സി ഈക്വൽ ടു എത്രയെന്ന് എഴുതി? 180 ഡിഗ്രി എന്ന് എഴുതി. ഇവിടെ നമുക്കറിയാം ആംഗിൾ 90 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. പെർപെൻഡിക്കുലർ ആണ്. ടാൻജന്റും റേഡിയസ് തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. 40 ഡിഗ്രി എഴുതി. ആംഗിൾ ഒ പി പി സി 180 ഡിഗ്രി. 90 പ്ലസ് 40 130 ആണ്. 130 സാർ അപ്പുറത്തും ഉണ്ട്. ആംഗിൾ പി ഒ എ സീക്വൽ 180 മൈനസ് 130 ഈക്വൽ ടു 50 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും മക്കളെ? 50 ഡിഗ്രി, അതായത് 50 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? അടുത്ത ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. പ്രൂവ് ദാറ്റ് ദ ടാൻജന്റ് ഡ്രോൺ ഫ്രം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ആർ പാരലൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഡയമീറ്റർ ഇതാണ് നമ്മുടെ ഡയമീറ്റർ. എ പി എന്ന് പറയുന്ന ഡയമീറ്റർ. എ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു ടാൻജന്റ് വരച്ചു. സിമിലർലി ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ടാൻജന്റ് വരച്ചു. സാർ ഇവിടെ ടാൻജന്റ് വരച്ചു എക്സ് വൈയും അതുപോലെ എന്താണ് പി ക്യൂ എന്ന് പറയുന്ന 2 ടാൻജന്റ് വരച്ചു. ആ 2 ടാൻജന്റ് എന്തായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പാരലൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്? പാരലൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുക. പ്രൂവ് ചെയ്യാൻ നമുക്ക്. അപ്പോൾ സാർ ആദ്യം ചെയ്തിരിക്കുന്ന പ്രൂവ് ചെയ്യേണ്ട സാധനം എക്സ് വൈ പാരലൽ ടു ബി ക്യു എന്ന് പ്രൂവ് ചെയ്യാൻ വെച്ചു. എക്സ് വൈ പാരലൽ ടു ബി ക്യു എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചു. ഓക്കെ, പ്രൂവ് ചെയ്യേണ്ട സാധനം എഴുതി സാറ്. ദെൻ പ്രൂവ് ആണ് ചെയ്യാൻ പോകണം. പ്രൂവ് ചെയ്യുമ്പോൾ പ്രൂവ് നമുക്കറിയാവുന്ന കാര്യം തന്നെ ആദ്യം സാർ എഴുതുകയാണ്. നമ്മൾ തിയറി നമ്പർ 1 പഠിച്ചിരുന്നു അല്ലേ? തിയറി നമ്പർ 1 എന്താ പഠിച്ചിരിക്കുന്നത്? റേഡിയസും ടാൻജന്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. അതാണ് സാർ ആദ്യം എഴുതിയിരിക്കുന്നത്. ഒ എ പെർപെൻഡിക്കുലർ ടു എക്സ് വൈ, സിമിലർലി ഒ ബി പെർപെൻഡിക്കുലർ ടു ബി ക്യു എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. അങ്ങനെയാണ് സാർ നോക്കിയേ, ആംഗിൾ ഒ എ എക്സ്, അതായത് ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. സിമിലർലി ആംഗിൾ ഒ ബി ക്യു ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ് മക്കളെ? 90 ഡിഗ്രിയാണ്. നമ്മൾ 90 പഠിച്ച ഒരു കാര്യം കൂടെ നമ്മൾ എടുക്കാൻ പോകുന്നത്. 90 നമ്മൾ പഠിച്ചിരിക്കുന്നത് ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസുകൾ ഈക്വൽ ആണെങ്കിൽ, ഇൻറ്റീരിയർ ആംഗിൾസുകൾ ഈക്വൽ ആണെങ്കിൽ ആ 2 ലൈൻസുകളും പാരലൽ ആയിരിക്കും നമ്മൾ 9 പഠിച്ചത്. ആ സാധനം നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോവാണ്. ആംഗിൾ എ ഒ എക്സ് ആൻഡ് ആംഗിൾ ഒ എ എക്സ് ആൻഡ് ആംഗിൾ ഒ ബി ക്യു ആർ എ ഐ ഓൾട്ടർനേറ്റീവ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്.
ആർ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ലൈൻസ് എങ്ങനെ ആയാലും അങ്ങനെ ഈക്വൽ ആവത്തുള്ളൂ. പാരലൽ ആണെങ്കിൽ മാത്രമേ ഈക്വൽ ആവത്തുള്ളൂ. Therefore XY പാരലൽ ടു PQ എന്നിടാം. ക്ലിയർ ആണോ മക്കളെ? സംശയമുണ്ടോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് പറഞ്ഞത്. തിയറം നമ്പർ 3 ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. തിയറം നമ്പർ 3 പഠിച്ചത് the length of a tangent drawn from an external point to a circles are equal എന്നാണ് പഠിച്ചത്. അതിൻ്റെ പ്രൂഫുണ്ട്. തിയറം പഠിക്കണം കേട്ടോ. തിയറും അതിൻ്റെ പ്രൂഫും പഠിക്കണം. രണ്ടൊന്ന് പ്രോബ്ലംസ് ചെയ്തു. താഴത്തെ സാർ രണ്ട് ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതാണ്. സാർ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേക്ക് എന്താ ചെയ്യേണ്ടത്. ദ ഫിഗർ TP and PQ are the tangent of the circles with the center O so that the angle POQ is equal to 110 degree. Then angle PTQ is equal to also 60 degree. Angle PTQ is equal to A option 60 degree, B option 70 degree, C option 80 degree and D option 90 degree. നിങ്ങൾ എക്സസൈസിൽ രണ്ടാമത്തെ പ്രോബ്ലം ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതാണ് ഫിഗർ. ആ ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഫിഗർ ക്വാഡ്രാറ്റിലാണ്. സോ 4 സൈഡും കൂടി 4 ആംഗിളുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 360 ഡിഗ്രി കിട്ടണം. ഇത് 110 ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇത് 90 കാര്യം റേഡിയസും ടാൻജൻറ്റും ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 90, ഇത് 90, ഇത് 110. ഈ ആംഗിൾ കണ്ടുപിടിക്കണം. 4 ആംഗിളോട് ആഡ് ചെയ്യുമ്പോൾ 360 ഡിഗ്രി ഇടണം. 3 ആംഗിൾസ് നിങ്ങൾക്ക് അറിയാം. ദെൻ 4th ആംഗിൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ ആണല്ലോ മക്കളെ? അത് ചെയ്ത് നോക്കണം കേട്ടോ. ഹോംവർക്കാണ്. ദ ലെങ്ത് ഓഫ് എ ടാൻജൻറ്റ് ഫ്രം എ പോയിന്റ് A at the distance 5 cm from the center of the circle is 4 cm and find the radius of the circle. സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. A എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. ഔട്ട് സൈഡ് എന്നാണ് പോയിന്റ്. അതിൻ്റെ ഡിസ്റ്റൻസ് 5 cm ആണ്. സെൻറ്റർ ഓഫ് ദി സർക്കിൾ, സെൻറ്ററിൽ നിന്ന് ടാൻജൻറ്റിലുള്ള നീളം എത്ര സെൻറ്റിമീറ്റർ ആണ്? 4 cm ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദി റേഡിയസ് ഓഫ് ദി സർക്കിളാണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. പൈതഗോറസ് തിയറി യൂസ് ചെയ്ത് നോക്കിക്കോടാ. നിങ്ങൾക്ക് ഇത് സിമിലർലി ഇതേപോലത്തെ ഒരു ഫിഗർ കിട്ടും. ഇത് 5 cm, ഇത് 4 cm ആണ്. ഇത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 5 cm, ഇത് 4 cm ആണ്. റേഡിയസ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. സോ പൈതഗോറസ് തിയറി യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആൻസർ സാറ് തരാം. ആൻസർ നിങ്ങളുടെ നോട്ട്സിൻ്റെ കൊടുത്ത് സാർ ആൻസർ തരാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ക്ലിയർ ആണോ മക്കളെ? സംശയമുണ്ടോ? ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. സാർ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമുക്കിവിടെ പൈതഗോറസ് തിയറി ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. നമുക്ക് ഇതിനകത്ത് നമുക്ക് ഹൈപ്പോട്ടൻസ് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഹൈപ്പോട്ടൻസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾ? ഹൈപ്പോട്ടൻസ് നമ്മൾ എപ്പോഴും എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് സൈഡായിരിക്കും എപ്പോഴും ഹൈപ്പോട്ടൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഇതാണ് 90 ഡിഗ്രി. ഈ 90 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡാണ് ഈ OP. അതായിരിക്കും എപ്പോഴും എൻ്റെ ഹൈപ്പോട്ടൻസ്. അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ ഏറ്റവും ലെങ്ത് കൂടിയ, അതിൽ നീളം കൂടിയ സൈഡാണ് എന്തെന്ന് പറയുന്നത് ഹൈപ്പോട്ടൻസ് എന്ന് പറയുന്നത്. അതെപ്പോഴും ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ 90 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡുമായിരിക്കും. ഇത് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ നോക്കിയേ, ഇവിടെ ഈ A എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡാണ് OP. ഇതായിരിക്കും ഇവിടെ ഏറ്റവും നീളം കൂടിയ സൈഡ് എന്ന് പറയുന്നത്, വശം എന്ന് പറയുന്നത്. ക്ലിയർ ആണ് മക്കളെ? ബാക്കി 2 ഇതിനെക്കാട്ടി ചെറുതായിരിക്കും. ഇതാണ് അതിൻ്റെ എപ്പോഴത്തെ ഹൈപ്പോട്ടൻസ് എന്ന് പറയുന്നത്. തെറ്റിക്കരുത്. ഇവിടെ സാർ ഇപ്പം പറഞ്ഞപ്പോഴും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി കാണും. അതുകൊണ്ടാണ് സാർ ഒന്നും കൂടി എടുത്ത് പറഞ്ഞത്. ഇവിടെ 4 cm എന്ന് പറയുന്നത് ഈ APയുടെ നീളമാണ്, ടാൻജൻ്റെ നീളമാണ്. OP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഡിസ്റ്റൻസ് ആണ് OP എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. ക്ലിയർ ആണല്ലോ മക്കളെ? സംശയമുണ്ടോ? ഇനി ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി കുറച്ച് നോട്ട്സും കൂടി ഉണ്ട്. അതും കൂടി എടുക്കാം നമുക്ക്. താങ്ക് യു.